വെൽക്കം ബാക്ക് ടു വണ്ടർഫുൾ സോൾ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് ഒരു ചെറിയ ബാംഗ്ലൂർ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി കൽപ്പറ്റയിൽ നിന്ന് സ്ലീപ്പർ എടുത്തിട്ടാണ് ബാംഗ്ലൂരേക്ക് പോയത്. കറക്റ്റ് രാവിലെ എത്തുന്ന രീതിയിൽ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പിന്നെ ഞാൻ, ഉമ്മ, ഉപ്പ, പിന്നെ ഇക്കാക്കയും വൈഫും ഞങ്ങളാണ് ട്രിപ്പ് പോയത്. അപ്പോൾ ഞങ്ങൾ മടിവാളയാണ് ഇറങ്ങിയത്. പിന്നെ ഉമ്മൻ്റെ കസിൻ ബ്രദർ ആരിഫ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ബാംഗ്ലൂരിനെ പറ്റി പറഞ്ഞു തന്നത്. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ഇതിവിടുത്തെ ഫേമസ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു അണ്ടർ റേറ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല, മേ ബി ഫേമസ് ആയിരിക്കാം, പക്ഷെ നമ്മൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഇതാണ്. നമ്മൾ ഈ രാമശ്ശേരിയാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഓരോ പ്ലേറ്റ് പോരട്ടെ എന്ന് പറഞ്ഞ പോലെ ഒരുവിധം ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. മസാല ദോശ, ഇഡ്ഡലി, പിന്നെ വട, പൂരി, ഇതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇതാണ് ഉമ്മൻ്റെ ഫേക്ക് റിയാക്ഷൻസ്. ഇനി ശരിക്കുള്ള റിയാക്ഷൻ കാണാം. അങ്ങനെ ഞങ്ങൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റൊക്കെ നോക്കി, എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഇനി ഞാനൊന്ന് ഇവരെ റിയാക്ഷനൊന്നും നടപടിയാവില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ എടുത്തതാണ്. ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊരു ഫുഡ് ബ്ലോഗാണെന്ന്? അല്ല ഗൈസ്, ഇങ്ങനെ പൂരിയും വന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ ഐറ്റംസൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് കണ്ട് മനസ്സിലാക്കി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ബന്നർഘട്ട ബയോളജിക്കൽ പാർക്കിലേക്കാണ് ഞങ്ങൾ പോയത്. കുറേ പ്രാവശ്യം ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ബയോളജിക്കൽ പാർക്കിൽ ഞാൻ ഇതുവരെ വന്നിട്ടുണ്ടായില്ല, ഞങ്ങൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സഫാരിക്ക് പോകാൻ വേണ്ടി ഫുൾ സെറ്റായി. അങ്ങനെ അവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു, കുറേ മലയാളികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റ് എടുത്തു. പിന്നെ സഫാരിക്ക് വേറെ തന്നെ ചാർജ് ഉണ്ട്. സഫാരി എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും പോകേണ്ടതാണ് കേട്ടോ. സൂ എന്ന് പറയുമ്പം വലിയ താല്പര്യം എനിക്ക് പണ്ടേ ഇല്ല, പക്ഷേ സഫാരി ആയതുകൊണ്ട് എന്തായാലും എങ്ങനെ ഉണ്ടാവും എന്നറിയണമല്ലോ. അപ്പം പറഞ്ഞു വന്നപ്പോൾ ടിക്കറ്റ് ഞാൻ ഒരു ജീപ്പ് സഫാരിക്കായിരുന്നു എടുത്തത്. ഇനി അവർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തത് കൊണ്ടും അവർക്ക് മനസ്സിലായോ എന്ന് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടും ഞങ്ങൾ ബസ്സിൽ കയറിപ്പോയി. സോ സഫാരി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. മാനിനെയൊക്കെ കണ്ടു തുടങ്ങി. കുറേ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാനുണ്ടായിരുന്നു. പിന്നെ കുറേ ആനകളൊക്കെ കണ്ടു. ഈ സൂവിൽ പോകുന്ന പോലെയല്ല, നമ്മളിങ്ങനെ ലൈവായിട്ട് നമ്മൾ അടുത്തു കൂടി നടന്നു പോകുന്നത് കാണുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സോ നമ്മൾ സഫാരിക്ക് എപ്പോഴെങ്കിലും നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ മെയിൻ ഒരാൾ വന്നു, കരടി. ഞങ്ങൾ ഉച്ചയുടെ സമയമായതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും നല്ല മയക്കത്തിലിരുന്നു. പിന്നെ നമ്മളെ വൈറ്റ് ടൈഗർ, നല്ല ഉറക്കത്തിലായി. ഫേസൊന്നും അങ്ങനെ കാണാനൊന്നും പറ്റിയില്ല, പക്ഷെ ഞങ്ങൾ സ്പോട്ട് ചെയ്തു, കണ്ടുപിടിച്ചു, അത്രേ പറയാനുള്ളൂ. അല്ലാതെ നമ്മളതിനെ നേരിട്ടങ്ങനെ കണ്ടില്ല. അടുത്ത ആൾ, ശരിക്കും ഒരു മസ്റ്റായിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ വണ്ടിയിലിരിക്കുക, നമ്മളടുത്തു കൂടി ഇങ്ങനെ ഓരോ ലയണും ടൈഗറും ഒക്കെ പോവുക. പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി, എന്തായാലും സെക്യൂരിറ്റി വേണമല്ലോ. അപ്പം അത്രയും സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. കാരണം ഒരു ആനിമൽ ചാടിപ്പോവാനോ വേറെ നമ്മളെ വണ്ടിൻ്റെ പുറകെ വരാനോ പാടില്ല. പക്ഷെ അതൊന്നും എനിക്ക് ഫോണിൽ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഈ സിംഹത്തിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വെറുതെ അല്ല ഇതിനെ കാട്ടിലെ രാജാവാക്കിയെന്ന്. അതിനൊരു ഭയങ്കര ഒരു ഓറയുണ്ട്. ശരിക്കും സൂവിൻ്റെ കൺസെപ്റ്റിനെക്കാട്ടിലും എനിക്കിഷ്ടം ഈ ഒരു കൺസെപ്റ്റാണ്. നമ്മളെ കൂട്ടിലും അവർ ഫ്രീ ആയിട്ട് നടക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ശരി. അങ്ങനെ പിന്നെ അടുത്ത സെക്ഷനായി, ഓൾമോസ്റ്റ് ലാസ്റ്റ് സെക്ഷനായി. ഇവിടെ ഭയങ്കര പ്രൊട്ടക്ഷനിലാണ് ചീറ്റാസ് ഉള്ളത്. എനിക്ക് തോന്നുന്നു പുതിയതായി വന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭയങ്കരമായി ചാടുന്നത് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആവാം, ഇത് ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങളുടെ സഫാരി കഴിഞ്ഞു. എല്ലാവരും മസ്റ്റ് പോകേണ്ട ഒരു സഫാരിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ആ സൂവിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫസ്റ്റിനെ കണ്ടത് സീബ്രയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ.
ഞങ്ങൾ പോയത് ജിറാഫിൻ്റെ അടുത്തേക്കാണ്. ജിറാഫ് ഒന്നേ ഉണ്ടായുള്ളൂ, എന്താ ഒറ്റയ്ക്കെന്ന് അറിയില്ല, ഒന്നിനെ കണ്ടുള്ളൂ. അങ്ങനെ പിന്നെ ഓരോന്ന് വന്നു. ഹിപ്പോപ്പൊട്ടാമസ് വന്നു, മുതല വന്നു, പാമ്പ് വന്നു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറേ മൃഗങ്ങളുണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിനൊന്നും എടുത്തിട്ടുണ്ടായില്ല. പിന്നെ നമ്മളെ എമു, ഓസ്ട്രിച്ച് അങ്ങനത്തെ പക്ഷികളും ഉണ്ടായിരുന്നു. പിന്നെ റെപ്റ്റൈൽ സോൺ പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സോണായിരുന്നു. കാരണം കുറേ പാമ്പുകൾ, പിന്നെ മുതലകൾ, ആമകളാണെങ്കിൽ കൂടി ഇതിൻ്റെ കൂടെ കണ്ടിട്ടില്ല. ആമക്കൂട്ടം. പിന്നെ ഓരോന്നും ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ചില ആമൻ്റെ കളേഴ്സ്, പിന്നെ അതിൻ്റെ പ്രിൻ്റ് എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അങ്ങനെ ഇവിടെ ഫുള്ള് ഞങ്ങൾ നടന്നു. ഇവിടെ ഒരു പോണ്ടും പിന്നെ അവിടെ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ, ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ അതൊന്നും ട്രൈ ചെയ്യാൻ പോയിട്ടുണ്ടായില്ല. അങ്ങനെ ഇതാണ് നമ്മളെ ടീം. എല്ലാവരും നടന്ന് ഒരു സൈഡായി ചോദിച്ചാൽ സൈഡായി, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എക്സൈറ്റ്മെൻറ്റ് അതും ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാൻ, അതിൻ്റെ കൊമ്പൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ ഈ ഒരു വണ്ടി ഉണ്ട് കേട്ടോ. നമുക്കിപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു 100 പെർ പേഴ്സൺ 100 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ടിക്കറ്റ്. നമുക്ക് അതിലും വേണമെങ്കിൽ പോവാം. പിന്നെ നമ്മൾ ബേർഡ്സിൻ്റെ സെക്ഷനിലെത്തി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നല്ല പാർക്കുണ്ട്. നമുക്കിപ്പം ടയേർഡാണെന്ന് തോന്നുകയാണെങ്കിൽ, പക്ഷേ ഈ കോഴി എന്താ ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ, അത് വേറൊരു കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞത് പാർക്കല്ലേ, അപ്പോൾ പാർക്കിലൊക്കെ ഇരുന്ന് ക്ഷീണം മാറ്റി നമുക്ക് ബാക്കി കാണാനുള്ളത് കാണാം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. മൊത്തത്തിൽ എനിക്ക് ഈ ഒരു പാർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതാണ് കുറേ ആനക്കുട്ടികൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അത് നോക്കി നിന്നു. അങ്ങനെ പിന്നെ ഞങ്ങളൊരുവിധം കാർണിവോർ സെക്ഷൻ, അങ്ങനെ ഒരുവിധം എല്ലാ സെക്ഷനും നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് കവർ ചെയ്തു. അങ്ങനെ പിന്നെ മുതലകളും ഉണ്ടായിരുന്നു കുറച്ച്. പിന്നെ ഇതാണ് ഈ മുള്ളൻപന്നി. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ബയോളജിക്കൽ പാർക്കിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് എത്തി. പെലിക്കൻസ് എന്നാണ് കേട്ടോ ഇനി പേര് പറയാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് അവിടെ ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു സെക്ഷൻ ഫുള്ള് ഡിഫറെൻറ്റ് ബേർഡ്സൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ട് ബ്ലാക്ക് സ്വാനിനെ കണ്ടു. പിന്നെ ഒരു വൈറ്റ് പീകോക്കിനെ കണ്ടു. കുറേ നേരം അതിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ ആഗ്രഹിച്ചു അതൊന്ന് മയിൽപ്പീലി വിടർത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ അത് വിടർത്തി. അപ്പം പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു വിഷ്വൽ ട്രീറ്റ്. അങ്ങനെ ഞങ്ങളുടെ വാക്ക് ഏകദേശം എൻഡ് ചെയ്യാനായി. അപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഗ്രൂപ്പിനെ നമ്മൾ കണ്ടു. യെസ്, കുരങ്ങന്മാർ. അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കുരങ്ങന്മാരെയും കൂടി ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ എൻഡിലേക്ക് എത്തി, പുറത്തിറങ്ങി. അവിടെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളും സ്ട്രീറ്റ്സൊക്കെ ഉണ്ടായി. നല്ലൊരു യാത്രയായിരുന്നു. കുറേ മൃഗങ്ങളെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ സ്പെഷ്യൽ കുറച്ച് ഐറ്റംസ്, ഇറാനി ചായ, മലായ് ചായ്, പിന്നെ അതുപോലെ തന്നെ മലായ് ജിലേബി, ഇതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇതിൻ്റെ പേരെന്താ? മലായ് ജിലേബി. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. ഞങ്ങൾ രാവിലെ 3 മണിക്ക് എണീറ്റ് നന്ദി ഹിൽസ് കാണാൻ വേണ്ടി പോയി. ഞങ്ങളത്ര നേരത്തെ എണീറ്റത് വേറൊന്നുമല്ല, ഞങ്ങൾക്ക് അവിടുന്ന് അറൗണ്ട് 1.25 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ്. പിന്നെ അവിടെ പോകുമ്പം 6 മണിക്ക് ആ ഗേറ്റ് തുറന്ന് ഒരു മിനിമം നമ്പർ ഓഫ് വണ്ടികൾ മാത്രമേ അകത്തേക്ക് പെർമിറ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് എപ്പോഴാണോ 8 മണിക്ക് അങ്ങനെ എന്തോ ആണ് തുറക്കുക. സോ ഫസ്റ്റത്തതിൽ തന്നെ കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ പോയത്. അങ്ങനെ ഫുൾ കോടമഞ്ഞായിരുന്നു, ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഫുള്ള് മൂടി നിൽക്കുകയായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. അങ്ങനെ അവിടെ കുറേ ആൾക്കാർ, നമ്മൾ അത്ര നേരത്തെ പോയതാണെങ്കിൽ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇതായിരുന്നു അവസ്ഥ, ഒന്നും കാണുന്നില്ല. പക്ഷെ നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയും കൂടി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിൻറ്റിലേക്കാണ് ഫസ്റ്റ് തന്നെ പോയത്. പക്ഷേ ഇതാണല്ലോ അവസ്ഥ. വലിയ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പോയ ഞങ്ങൾക്ക് വെറും മഞ്ഞുകളും മാത്രമാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് വ്യൂ പോയിൻ്റ്. ഇവിടുന്ന് നമ്മൾ നോക്കിയാൽ ശരിക്കും ആ ക്ലൗഡ് ബെഡും സൺറൈസും ഒക്കെ കാണണം. പക്ഷെ ഒന്നും കണ്ടില്ല. നമ്മളെ ഭാഗ്യം കൊണ്ട് ഇതായിരുന്നു വ്യൂ. പിന്നെ നല്ല കാറ്റ്, മഞ്ഞ്, തണുപ്പ്, അതൊക്കെ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി.
പക്ഷെ വ്യൂ ഒന്നും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് നോക്കി. എന്നിട്ടും ഒന്നും വരാഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലം, പോസ്റ്റ് ഓഫീസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിന് ചുറ്റിലൊക്കെ ഒന്ന് നടന്നു നോക്കി. പിന്നെ ഈ നന്ദി ഹിൽസിന് ഈ പേര് കിട്ടാൻ കാരണം ഇവിടെയുള്ള നന്ദി ദേവീൻ്റെ ഏറ്റവും വലിയ പ്രതിമ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് എത്രയോ 11 BC പണി കഴിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മഹർഷീൻ്റെ ഒരു സന്യാസം ചെയ്ത ഒരു കേവ് ഉണ്ട്. അതാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിലൂടെ പോയിട്ടാണ്, അങ്ങോട്ടേക്ക് ഇപ്പോൾ എൻട്രി ഇല്ല. ഈ ഒരു കേവിൻ്റെ ഉള്ളിൽ മഹർഷി കുറേ കാലം സന്യസിച്ചിരുന്നു എന്നുള്ളതുണ്ട്. പിന്നെ ഇത് കൂടാതെ ടിപ്പുവിൻ്റെ ആർമറി ഉണ്ട്. പിന്നെ ഇത് ഇവിടെയുള്ളൊരു റിവറിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. ആ റിവർ ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ നമ്മൾ നന്ദി ഹിൽസിൽ സൺറൈസ് വ്യൂ പോയിൻ്റ് അല്ലാതെ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾ അതുപോലെ ടിപ്പുവിൻ്റെ ആർമറി കാണാൻ വേണ്ടി പോയപ്പം കണ്ടുപിടിച്ചൊരു പോയിൻ്റ് ആയിരുന്നു ഇതും നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെയുള്ള ആ ഒരു റഷ് മാറ്റി നിർത്തി ഇങ്ങോട്ടേക്ക് കുറച്ച് അപ്പുറത്തേക്ക് നടന്നാൽ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു. ടിപ്പുവിൻ്റെ ആർമറി കണ്ടുപിടിക്കാൻ പറ്റിയില്ല, പക്ഷെ ബാക്കി ഫുള്ള് കണ്ടു. പിന്നെ കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പം കാറ്റടിക്കുമ്പോൾ അതാ ചെറുതായിട്ടൊരു വ്യൂ വരുന്നത് കണ്ടോ. അങ്ങനെ ജസ്റ്റ് ഞങ്ങളൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊരു വ്യൂ ഒക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുള്ള് ചുറ്റി നടന്ന്. പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വഴിയൊക്കെ തെറ്റിപ്പോയി. പക്ഷേ തിരിച്ച് അതൊരു റൗണ്ടാണ്. ഇപ്പോൾ തിരിച്ച് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്തി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഈ ഒരു റോഡൊക്കെ പോകുമ്പം പൊള്ളാച്ചി സൈഡിലേക്കൊക്കെ പോകുന്ന പോലത്തെ ഒരു ഗ്രീനറി നിറഞ്ഞ ഒരു റോഡാണ്. അപ്പോൾ ഇതാണ് നന്ദി ഹിൽസ്. ഇതിൻ്റെ ടോപ്പിലാണ് നമ്മളിപ്പോൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വ്യൂ ഒക്കെ ആസ്വദിച്ച് അങ്ങനെ നല്ല ശാന്തമായി ഞങ്ങൾ തിരിച്ചു പോവാണ്. കാണാൻ പറ്റാഞ്ഞൊരു വിഷമമുണ്ട് ചെറുതായിട്ട്, എന്നാലും സാരമില്ല, ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തല്ലോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേ ആരിഫ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മുന്തിരിപ്പാടങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ പോകുമ്പോൾ നോക്കണം. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ ആണെങ്കിൽ ഓണറൊന്നും കാണില്ല. ഞങ്ങൾ കുറേ നേരം നോക്കി നിന്ന് ഓണറൊന്നും കണ്ടില്ല. അപ്പം ഞങ്ങൾ വെറുതെ കയറി നോക്കി. ഇത് ഉറുമാമ്പഴം അനാറിൻ്റെ തോട്ടാണ് കേട്ടോ. അത് വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടതാണ് കാണുന്നത്. അങ്ങനെ അനാറിൻ്റെ ഒരു തോട്ടം ഇപ്പുറത്തുണ്ട്. ഇപ്പുറത്ത് ഗ്രേപ്സിൻ്റെ നല്ല ശാന്തമായിട്ടുള്ളൊരു പാടം. അവിടെ പിന്നെ കുറച്ച് നായ്ക്കൾ കാവൽ നിൽക്കുന്നുണ്ട്. അവർ ഞങ്ങളുള്ളിലേക്ക് കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി സെറ്റായി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് വൈറലായിട്ടുള്ള തോംസ് ബേക്കറിയിലേക്കാണ്. അവിടെ പോയി ഞങ്ങൾ വൈറൽ എഗ് പപ്സും ചീസ് കേക്കും ഒക്കെ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോയി. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ട് ഞങ്ങളിങ്ങനെ തേരാപ്പാര നടന്നു. പിന്നെ അവിടെ പോട്ടറിക്ക് ഭയങ്കര വിലക്കുറവാന്ന് പറഞ്ഞൊരു ഷോപ്പൊക്കെ കണ്ടുപിടിച്ചു. പക്ഷേ വില വ്യത്യാസമൊന്നും ഉണ്ടായില്ല. പിന്നെ കുറേ മാർക്കറ്റിൽ നമ്മൾ ചെറിയ ചെറിയ ഷോപ്പിങ്സ്, കമ്മൽ, വള അങ്ങനെ ഓരോന്ന് വാങ്ങി. പിന്നെ തട്ടും പുട്ടിൽ കയറി ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഞങ്ങളൊരു ഊബർ എടുത്തിട്ട് ഞങ്ങൾക്ക് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലിരുന്നു ബസ്സിൻ്റെ ടേക്കിംഗ് പോയിൻ്റ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. ഇവിടുത്തെ ട്രാഫിക് കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ KSRTC സ്വിഫ്റ്റിലിരുന്നു പോയത്. അപ്പോൾ തിരിച്ച് രാവിലെ തന്നെ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.